കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചത്? ആദ്യം നമുക്ക് കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിൽ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഒന്ന് വേഗം കണ്ടുവരാം. ഈ കത്തുന്ന ട്രക്ക് തന്നെയാണ് കർണാടകയിൽ 10 വർഷത്തെ BJP കോൺഗ്രസ് ഭരണം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ മാറ്റം. ബീഫ് കടത്തിയെന്നാരോപിച്ച കർണാടകയിലെ ബെൽഗാവി ജില്ലയിലാണ് ഹിന്ദുത്വവാദികൾ ട്രക്ക് ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വാഹനത്തിന് തീയിടുന്നത്. ഈ വർഷം സെപ്റ്റംബർ 22-ന്, അതായത് കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ് കർണാടകയിൽ ഈ അവസ്ഥ എന്ന് ഓർക്കണം. കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ കേരളത്തിലും ഇങ്ങനെ ബീഫ് കടത്തിയതിന് ഹിന്ദുത്വവാദികൾ ട്രക്കുകൾ കത്തിച്ചേന്. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലുണ്ടായ വലിയ മാറ്റം കാണണ്ടേ? കാവി വസ്ത്രങ്ങൾ ധരിച്ച ഈ ഹിന്ദുത്വ ഭീകരവാദികൾ എറിഞ്ഞു തകർക്കുന്നത് തെലങ്കാനയിലെ മഞ്ചേരിയൽ ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളാണ്. അവിടത്തെ വിശുദ്ധ മറിയത്തിന്റെ പ്രതിമ അടക്കം അടിച്ചു പൊട്ടിച്ച സംഘം മലയാളിയായ സ്കൂൾ പ്രിൻസിപ്പലിനെയും പോലീസിന്റെ സാന്നിധ്യത്തിൽ കയ്യേറ്റം ചെയ്തു. സംഭവം കഴിഞ്ഞ വർഷം ഏപ്രിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ നടന്നതാണ്. കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ കേരളത്തിലും ഇങ്ങനെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, സ്കൂളുകളും ആക്രമിക്കപ്പെട്ടേനെ. ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടായ വലിയ മാറ്റങ്ങൾ കാണണ്ടേ? BJP 20 വർഷത്തോളമായി ഭരിക്കുന്ന മധ്യപ്രദേശിൽ കുട്ടികൾ അംഗൻവാടിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ കീറ പേപ്പറുകളിലാണ്. ഇത്തരമൊരു മാറ്റം കേരളത്തിലും ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ. ഇവിടെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ സർക്കാർ സ്മാർട്ട് അംഗൻവാടികളും ഉച്ചഭക്ഷണത്തിന് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഒരുക്കുമ്പോഴാണ് BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ കുട്ടികൾ കീറ പേപ്പറിൽ ഭക്ഷണം കഴിക്കുന്നത്. കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ കേരളത്തിലും ഇങ്ങനെ സംഭവിച്ചേനെ. അങ്ങനെ പറയാൻ കാരണം സമാനമായ സംഭവങ്ങൾ കേരളം UDF ഭരിച്ചപ്പോൾ സ്കൂളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. ഓർക്കുക, കേരളം ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കേരളം ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ടാണ് ദേശീയപാത യാഥാർത്ഥ്യമായത്. കേരളം ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ടാണ് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും യാഥാർത്ഥ്യമായി മാറിയത്. ഇടതുപക്ഷമല്ല ഭരിച്ചിരുന്നതെങ്കിൽ വാട്ടർ മെട്രോ കടലാസിൽ ഒതുങ്ങിയേനെ. 40,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മുടെ സ്കൂളുകളിൽ യാഥാർത്ഥ്യമായതും ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ടാണ്. ഉച്ചക്കഞ്ഞി പോലും മുടങ്ങിയിരുന്ന സ്കൂളുകളിൽ ബിരിയാണി കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷമാണ്. ഓർക്കുക, തെരഞ്ഞെടുപ്പാണ്. സൂക്ഷിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ നേടിയതൊക്കെ നമ്മൾ മലയാളികൾക്ക് നഷ്ടമാകുമെന്ന് മാത്രമല്ല, കർണാടകം വരെ എത്തി നിൽക്കുന്ന ഹിന്ദുത്വയുടെ ഭീകരത കേരളത്തിന്റെ അതിർത്തി കടക്കുകയും ചെയ്യും. മറക്കാതിരിക്കുക, ഇടതുപക്ഷമില്ലെങ്കിൽ കേരളമില്ല.